ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മുഴുവൻ ദാസേട്ടൻ്റെ സംഗീത ലോകവുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഇനി ഇവിടെ എത്തുന്നത് ദാസേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് ജയമ്മ ചേച്ചി എന്ന് ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം വിളിക്കുന്ന ദാസേട്ടൻ്റെ ഏക സഹോദരിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ, ശ്രീമതി ജയമ്മ. ഒരു ഇങ്ങനത്തെ ഒരു വേദിയിൽ ദാസേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടായിരിക്കും അല്ലേ വരിക അല്ലേ? ഇങ്ങനെ ഒരു പെങ്ങളുണ്ടെന്നൊക്കെ പലരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ആരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ച പെങ്ങളാണ്. ഏറ്റവും ഇളയ അനിയത്തി അല്ലേ? ഇവളുടെ അനിയനാണല്ലോ ജസ്റ്റിൻ. ഓ, ഞാൻ ജസ്റ്റിനേക്കാളല്ലേ ചേച്ചി. പക്ഷെ അവൻ വിളിക്കുന്ന എടി എന്നൊക്കെ വിളിക്കും, അത് വേറെ. ഏറ്റവും മുത്ത് ദാസേട്ടനാണെന്നുള്ള എനിക്കറിയാം. ഞാൻ ഏറ്റവും താഴെ ജയമ ചേച്ചിയാണെന്ന് വിചാരിച്ചിരുന്നത്. ഒരാളേ ഉള്ളൂ. ആണല്ലേ? ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നതാണ് ഇത്രയും നാൾ. പക്ഷെ വേറൊരു കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, കൂടുതൽ ഇവളെ പൊന്നാരിച്ച് ഇവിടെ വെക്കരുത്. അപ്പോൾ അതുകൊണ്ട് എന്തുവരെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ അവൾ ഈ വീട് മതി എന്ന് പറയും. അതുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ എന്തെല്ലാം നിങ്ങൾ അവളെ ഉപദ്രവിക്കാവോ അത് ഉപദ്രവിച്ചു അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ചാൻസ് അപ്പച്ചൻ തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ നമ്മളത് മുതലാക്കാതിരിക്കുന്നത് ശരിയല്ല അല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കില്ല, ഇങ്ങനെ നോക്കില്ല, അവിടെ പിടി ഇവിടെ പിടിയുന്ന എല്ലാവരും കൂടി. ഓ ശരി. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകും, കെട്ടിച്ച് വിട്ടാൽ മതി എന്നായില്ലേ? പാട്ടുകളെ പറ്റി തന്നെ ചോദിക്കാം. ദാസേട്ടൻ്റെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടമുള്ള എത്രയോ പാട്ടുകൾ കിടക്കുന്നല്ലേ? ചെറുപ്പം മുതലേ യേശുദാസിൻ്റെ പെങ്ങൾ എന്നുള്ള അഡ്രസ്സ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് എൻജോയ് ചെയ്തല്ലേ വളർന്നിട്ടുള്ളത്. എങ്കിലും ഒരു ഓർമ്മയിലുള്ള ആദ്യത്തെ പാട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ദാസേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ഓരോ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം ദാസേട്ടൻ്റെ അല്ലെങ്കിൽ ഞാൻ ആദ്യം കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ദേവി ശ്രീദേവിയാന്ന് നേരത്തെ. അതൊരു സ്കൂൾ യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ മൈക്കൊക്കെ കാണുന്നത്. എനിക്കൊരു 4 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത് വെള്ളിച്ചിലങ്കയാണ് ഞാൻ കൊണ്ടൊരു പെണ്ണാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ദാസേട്ടൻ്റെ ഗാനമേള കേൾക്കാൻ പോകുമ്പോൾ ഞാൻ ഇടയകന്യക എന്നുള്ള പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് ദാസേട്ടൻ ഗാനമേളയ്ക്ക് പാടിയിട്ടാണ്. അങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ഓർമ്മകളാണ്. ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ചോദിക്കും, അങ്ങനെ ഒരു ഓർമ്മ വരുന്നൊരു. ദാസേട്ടൻ ഇങ്ങനെ മദ്രാസിൽ പോയി ആദ്യമായിട്ട് ഇങ്ങനെ പാടിയ പാട്ട് റേഡിയോയിൽ വരാനായിട്ട് കുറേ നാളിങ്ങനെ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് വീട്ടിൽ റേഡിയോ ഇല്ല. അപ്പോൾ അടുത്ത വീട്ടിൽ പാട്ട് കേട്ടിട്ട് രണ്ട് കാര്യം എൻ്റെ അച്ഛൻ്റെ മഹത്വം പറയാതിരിക്കാൻ വയ്യ, അത് പറഞ്ഞേ പറ്റൂ. ഇപ്പം കുടുംബത്തിൻ്റെ കാര്യമല്ലേ, അപ്പോഴത്തെ പാട്ടിനോട് ബന്ധപ്പെട്ടല്ലാണ് ഞങ്ങൾക്ക് വേറൊന്നും ഇല്ലല്ലേ. അപ്പോൾ ആദ്യം MBSൻ്റെ അടുത്ത് പോയപ്പോഴും ഈ കെ എസ് ആൻ്റണി പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ എന്താണ് സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ഒരു ഒരു സ്ഥലമുണ്ടല്ലേ തൃശ്ശൂർ ഷൂട്ടിങ്ങൊക്കെ നടത്തുമല്ലോ ഞങ്ങൾ, പീച്ചി ഡാം. അവിടെ ആയിരുന്നു ഇവർ താമസിച്ച് കമ്പോസിങ്ങും ഒക്കെ ഡിസ്കഷനും ഒക്കെ. അവിടെയാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഫാദർ പോയിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയാം? അപ്പോൾ ആൻ്റണി പരിചയപ്പെടുത്തി, അത് ഞങ്ങളുടെ വലിയൊരു പഴയൊരു നടനാണ്, പാട്ടുകാരൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് MBSനോട്. ഓ, അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പാടാൻ പറഞ്ഞു MBS. അപ്പം ഞാൻ ആദ്യം പാടിയ മലയാളം പാട്ട് ചെറായിജി എഴുതിയ പാട്ട്. കൂരിരുൾ തിങ്ങിയ ജീവിതത്തിൽ ഏകനായി തീർന്നു ഞാൻ ഈ വിധത്തിൽ, ഇല്ലോരു മിന്നാമിനുങ്ങു പോലും തെല്ലു വെളിച്ചം എനിക്കു നൽകാൻ, കൂരിരുൾ തിങ്ങിയ ജീവിതത്തിൽ ഏകനായി തീർന്നു ഞാൻ ഈ വിധത്തിൽ. ഇത് എനിക്ക് തോന്നുന്നു ട്യൂൺ ചെയ്ത് ജോബൻ ജോർജ് ആട്ടെയാണ്, ജോബൻ ജോർജ് മാഷ്. കാരണം എന്താ വെച്ചാൽ ഡ്രാമയിലുള്ള പാട്ടാണ്, അപ്പച്ചൻ്റെ ഡ്രാമയിൽ എഴുതി കൊടുത്ത പാട്ടാണ്. അത് ഞാനാണ് പഠിക്കണത്, പഠിച്ചിട്ട് റിഹേഴ്സലിനൊക്കെ ഞാനാണ് പാടിക്കൊടുക്കണം. അപ്പം അതാണ് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും കീർത്തനം പാടാൻ പറഞ്ഞു. അപ്പോൾ പാടി ബ്രോഭാരമ രഘുരാമ ഇതൊക്കെ പാടി. അത് കഴിഞ്ഞ് ഹിന്ദി സോങ് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പാടിയെന്താണെന്ന് വെച്ചാൽ ദോ रोज़ में वो प्यार का आलम गुजर गया, बर्बाद करने आया था, बर्बाद कर गया दो. ഇങ്ങനെ പാടി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈസ് ഇറ്റ് മുഹമ്മദ് റഫി സാബ് സോങ് എന്ന് ചോദിച്ചു. എന്തോ അദ്ദേഹം അങ്ങനെ
No, this is actually Mukesh Saab. But you give Rafi Saab's touch there. ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും ഞാൻ ധ്യാനിക്കുന്ന ഒരു മനസ്സിൽ വെച്ച് ധ്യാനിക്കുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ അത് വന്നു പോണതാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുക. എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അച്ഛനായിട്ട് വന്ന് റിക്കമെൻഡേഷന് വന്നതല്ല, നിങ്ങൾക്ക് ഇവനെ ഉപയോഗിക്കാനൊക്കുമെങ്കിൽ, മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഞാനിപ്പോഴും ഒരുപാട് അച്ഛനും അമ്മയും വന്ന് എൻ്റെ മുൻപിൽ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് എൻ്റെ മോൻ്റെ പാട്ട് സാറൊന്ന് കേൾക്കണം. അത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത്, ആയിട്ടില്ല ഒരിടത്തും ഒരു റെക്കമെൻഡേഷൻ. അതിനും ഒരു കാര്യമുണ്ട്. കുഞ്ചാക്കോ സാറിൻ്റെ അടുത്ത് വളരെ ചെറുപ്പത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് നല്ലതെങ്കിൽ കുറേ പിള്ളേരെ എടുത്ത് കിണറ്റിലിടണതിൽ ഞാനും പെടാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ഒന്ന് എടുപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു വിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ കുഞ്ചാക്കോ സാറ്, ജോസഫ് സാറേ സോജ രാജകുമാരി ഒന്ന് പാടുന്നു പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയാൻ മറന്നു ഈ ഫാദർ. പാട്ടും പാടിയിരുന്നു പോകുന്നു. പാട്ടിയും പാടിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം. അമ്മയോട് പോയി പറഞ്ഞ, അപ്പച്ചനൊന്നും പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ എന്തൊരു കഷ്ടമായിരുന്നു. ഇത് സാധാരണ വീട്ടിലൊക്കെ പറയുന്ന പോലെ. അവിടെ ഇല്ലടി ഏലിന്ന് വിളിക്കുള്ളൂ, എലിസബത്ത് എന്ന അമ്മയുടെ പേര്. അവനെ വീട്ടിൽ വന്ന് വിളിക്കും. ഞാൻ കരഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ചാക്കോ സാറിൻ്റെ ഒരു ഇതുണ്ട്, പ്രൊഫഷണൽ എത്തിക് എന്ന് പറയും അദ്ദേഹത്തിന്. അതെങ്ങനെയെന്ന് വെച്ചാൽ, തൻ്റെ ജോലിയിൽ ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരെന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ചാറ്, കശുവണ്ടി, ചിപ്സ്, ഇതൊക്കെ ആയിട്ടൊരു വരവുണ്ട് വീട്ടിലേക്ക്. ഓരോരുത്തർക്കും നസീർ സാറിൻ്റെ വീട്ടിൽ പോകും. അന്നത്തെ സെക്ഷനിൽ ആരെല്ലാം നല്ല തൻ്റെ വർക്കിന് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇത് തരാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞു. എത്രയോ വർഷം മുമ്പ് അപ്പച്ചൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കുള്ളത് നമ്മളെ തേടി വരും. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്രയ്ക്ക് എന്നെ ഫോം ചെയ്ത ഒരാളാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഇല്ലേ ഇവള് സമ്മതിക്കില്ല. പിന്നെ എന്താ, ഞങ്ങൾക്കൊരു ഗുണം കിട്ടി, നോക്കി നിൽക്കുന്നു. ഈ കഴുതയ്ക്ക് മാത്രമേ ഈ കളർ കിട്ടിയുള്ളൂ. അല്ല, ഞങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഞാൻ കുറച്ച് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ നല്ല നിറമുണ്ടായിരുന്നു. ടെൻഷൻ കാരണം അല്ല ഫുട്ബോൾ കളിയിൽ. പിന്നെ ഒരു വലിയൊരു പ്രേമം എനിക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ, ഷമ്മി കപൂറിൻ്റെ ഒരു സ്റ്റൈല് പണ്ട് എണ്ണയൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് പോയി ഫുട്ബോൾ കളിക്കും. അത് നല്ല ഈ പുഴയോരത്തുമാണ്. അത് കഴിഞ്ഞിങ്ങനെ വന്നിട്ട് നല്ല വാഴയ്ക്ക പുഴുങ്ങിയതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയതായിരിക്കാം. നമുക്കിതൊരു വേദിയാണെന്നോ റെക്കോർഡിംഗ് ആണെന്നോ ഒന്നും വിചാരിക്കണ്ട. വീട്ടിലിരുന്ന് പാടുമ്പോൾ അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ചോദിക്കണം, അങ്ങനെ ഒന്ന് പാടി നോക്കണോ രണ്ടുപേർക്കും കൂടെ? കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഇപ്പം ഞാനാ പാടിയത്. ഫീമെയിൽ സോങ്സ് പാടിയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ദാസേട്ടൻ്റെ കൂടെ പാടാത്ത ഗായികമാരില്ല, എല്ലാവരും പാടിയിട്ടുണ്ടാവും. എന്നാലും ദാസേട്ടൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരുടെ കൂടെയാണ് ഡ്യുവറ്റ് പാടുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇപ്പോൾ പറയുമ്പോഴേക്കും നമ്മളൊരു എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും സൂക്ഷിച്ചിട്ടുള്ളത്, അതായത് പറയാൻ പാടില്ല, പക്ഷേ എന്നാലും ഇപ്പോൾ പറയാം, സുശീലാമ്മയാണ് ഏറ്റവും എനിക്ക്. ദാസേട്ടൻ തന്നെ സംഗീതം ചെയ്തിട്ട് താജ്മഹൽ നിർമ്മിച്ച രാജശില്പി പാടിയിട്ട് ഒറ്റ പാട്ട് പോരെ അല്ലേ? അതെന്താണ്? താജ്മഹൽ നിർമ്മിച്ച രാജശില്പി, അവിടെയൊക്കെ അതുപോലെ കൊണ്ടുവരണേ. ഷാജഹാൻ ചക്രവർത്തി, ഇതൊക്കെയാണ് ഞാൻ ചെയ്തതിനെ ഉദ്ദേശിച്ച് പറയല്ല. പക്ഷേ എനിക്ക് ഏറ്റവും അവരുടെ പാട്ടിൽ മറക്കാൻ പറ്റാതെ, ആലയമണിയിൻ ഓസൈ ഞാൻ കേട്ടേ, അതൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ പഠിക്കേണ്ട കുട്ടികൾ. അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണത്. ആ സംഗതി ഒരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം.
അരുൾമൊഴി കൂറും പറവൈകളൊളി കേട്ടേൻ അതൊക്കെ അവർ ഈസി ആയിട്ടാണ് അത് ഇന്നത്തെ ജനറേഷൻ ദേ ഹാവ് ടു ലേൺ വെദർ ദേ സിങ് നാസ്റ്റി സോങ്സ് ഓർ എനിത്തിങ് ബട്ട് ഉണ്ടായിരിക്കണം.